യാ താങ്ക് യു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സൗത്ത് നൈജീരിയയിലെ പൊട്ടാക്കോട്ടിലാണുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ സാരഥി കേട്ടോ. ഇന്ന് നമ്മൾ പൊട്ടാക്കോട്ടിലെ ചില വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ നമ്മുടെ കുറച്ച് സഹോദരന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ പൊതുഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് കേട്ടോ ഈ കുഞ്ഞൻ കാറുകൾ. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലൊക്കെ തന്നെയാണ്. അതിനകത്താണെങ്കിൽ കുത്തി നിറച്ചാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നതും. These are my international driver, the pilot. And right in front of me is Brother Shah. ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊതുഗതാഗതം അത്ര കണ്ട് പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോഴും ഓട്ടോയും അതുപോലെ തന്നെ കുഞ്ഞൻ കാറുകളൊക്കെ തന്നെയാണ് ഇവിടെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രധാന നഗരം വിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും റോഡ് അത്ര കണ്ട് പ്രശ്നമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. എൻ്റെ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചത് അബുജയിലും അതുപോലെ തന്നെ പൊട്ടാക്കോട്ടിലും ധാരാളം ഫ്ലൈ ഓവറുകളും മികച്ച റോഡുകളുമൊക്കെയാണ് കേട്ടോ. The longest flyover should be this one. No, there's another one. This longest flyover? Port Harcourt. No, not this one. Not this one. So what's the name of this place? Artillery. Artillery. Artillery 1 and 2. Artillery. Artillery. Artillery 1 and 2. അല്പം മുൻപ് നമ്മൾ കണ്ട കുഞ്ഞൻ കാറുകളാണ് കേട്ടോ ഇവിടെ പൊതുഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര മികച്ച രീതിയിലാണ് നമ്മുടെ ജീവിത നിലവാരം അല്ലേ. ഇത് ആർമി ബേസ് ക്യാമ്പാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് സദേൺ പാർട്ട് ഓഫ് നൈജീരിയ ആണ്. നമ്മൾ കടലിനോട് അടുത്ത് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഇവിടെ ബേസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. Those are not they used to just. What is that? What is that? That place tank again because there's tank What out it there. means? Like army, soldier. Oh, army. Okay, army. Yes, sir. $100 മാറിയപ്പോഴത്തേക്കിനും കിട്ടിയ ചേഞ്ചസ് ആണ് കേട്ടോ. 145K Yes, I did. Check it. അത്ര ഉണ്ട്. And I go check. They don't make around a lot of things. സിറ്റി വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും നല്ല നിലവാരം പുലർത്തുന്ന റോഡുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ എന്നെ ചിന്തിപ്പിച്ചൊരു മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ധാരാളം ഫ്ലൈ ഓവറുകളുണ്ട്. ആ ഫ്ലൈ ഓവറിനെ കണക്ട് ചെയ്യുന്ന ഇടറോഡുകളും ഒക്കെ ചിന്തിപ്പിക്കുന്ന നല്ല മനോഹരമായ കാഴ്ചകളാണ്. This place we are now is it's called Waterline. 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 Yes. Okay. So we are heading to Garrison now. This flower is Garrison. Okay, and this was the road we came through now. Waterline, I pick you to that place. You know reach. Okay, no be there, my No, not big be. self. Now this road we come through now. Yeah. Now if somebody wants to go back to just how you think find a way from that part. You go all you mean now. Very We good. go away from that part go away. We get from that junction go away. From that junction that's that part. So and this way I feel like this way that way that way. It's my one flyover. Like Lagos my My So one. in Port Harcourt now we have my 1, my 2, my 3, my 4. Nice. Wow, this flyover is nice. Oh. yeah very long. Wow. We plan this city well. And they are still working now. Now that the governor, the state was in the state of emergency. Guys, this is the president of Nigeria. Ahmed Tinubu. Okay. Can't even see it. The Jaro. plot of land there is over 100 million. Plot of land. Plot of land. That's if you see you. നമ്മളങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് കാണാനും പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനും പദ്ധതിയൊക്കെ കേട്ടോ. നമുക്ക് നോക്കാം. Yeah, it's like supermarket. You see everything you want. We'll get a consider that. No, you can't sit down. Man. What is that? Wife for sale. Wife for sale? Yes. You can't sit down. Yeah. Why? No, I can see. That's why for sale in that boutique. Fresh wife. എല്ലാവർക്കും സ്വാഗതം. Yeah, thank you. Welcome to heaven. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. Yeah. So we came to the market for buy some things. So one of the famous market over here, Port Harcourt. So almost all things that we are getting here. They said like that. Port Harcourt.
കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അല്ല സോ മാളിനകത്തോട്ട് കയറുമ്പം കാണാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി മാൾ. സോ ഇവിടെ പൊതുവേ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഉള്ള പോലെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഓൾ തിങ്സ് ആർ എക്സ്പെൻസീവ്. ഡ്രസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു ബനിയന് തന്നെ 3000, 3500, 4000 രൂപ തൊട്ട് ഇന്ത്യൻ പ്രൈസ് തുടങ്ങുന്നതാണ്. ഈ സാധനം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ഇതിനകത്തോടെ കേട്ടോ. ഇത് ഇച്ചിരി മെച്ചപ്പെടുത്തായിരുന്നു. ഹായ് അവിടെ നിന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അത്ഭുതം, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നു ഗൈസ്. എൻ്റെ കാല് സ്പർശിച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നു. ഇത് ഓയിൽ പ്രോസസ്സ് ചെയ്യുന്ന സംഭവങ്ങളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓയിൽ റിഫൈനറി ആയിരിക്കും. നമ്മളങ്ങനെ ഏഷ്യ ടൗൺ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലേക്ക് എത്തി കേട്ടോ. ഇവിടെ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അകത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാവേ. ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ ഉള്ളത് ഏഷ്യ ടൗൺ എന്ന് പറയുന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ ചൈനീസ് ഫുഡും അതുപോലെ തന്നെ നൈജീരിയൻ ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. പ്രൈസൊക്കെ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഗൈസ്? സാധാരണ ഇവിടെ വെയിറ്റിംഗ് ഏരിയ ആണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കുന്ന പൊതുവെ കുറവാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇവിടെ തന്നെ നമ്മൾ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണം. സോ നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ വന്നു. അത് ബീഫ് പിസ്സയാണ്. ഓറഞ്ച് ജ്യൂസ് വന്നു. വെയിറ്റിംഗ്. Swing it. Just swing it. Yeah. This is Brother Sham. Nation Town restaurant. Right here in Port Harcourt. Yeah, right here in Port Harcourt. We came and had some good time and we're about to leave, so we decided to use the backdrop to take some little pictures. You know what I'm saying? He's a wonderful person. Yeah. So, yeah, I'm so proud of it. That's what I'm talking about. It's my boss. Yeah. Yeah. Welcome to Nigeria. You have a good time. You know what I'm saying? And we said have a good time before we come back to our various destinations. I'm here with my brothers from India. Came all the way from Liberia to have a workshop with us. It has been a good time. We decided to come and enjoy this little life that the Lord has given us. The life is one and it's short. Use it for the glory of God, because God is the essence of life. You know what I'm saying? Jesus Christ is Lord. Be born again, give your life to Christ, believe in Him, and He will save you. That's what I'm talking about. You know what I'm saying? Peace out. Yeah, we're together in this. Peace out. ആർമി ഹെലികോപ്റ്റർ തലങ്ങും വിലങ്ങും പറക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഏഷ്യ ടൗൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് പിസ്സയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ്. നോക്ക്, ഓട്ടോയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു പൊതുഗതാഗതമാണ് ഈ ഓട്ടോ റിക്ഷകളൊക്കെ കേട്ടോ. ഇവിടെ പക്ഷേ KK എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കയറിയ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ സ്ട്രീറ്റിലുള്ള കുറച്ച് കടകളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി നടക്കുവാണ്. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഓർമ്മയായിട്ട് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നിങ്ങളും പുതിയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.